ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു യൂഷ്വൽ ട്രാവൽ അങ്ങനത്തെ വീഡിയോ ഒന്നുമല്ല, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണാം. നല്ല പുളിയൊക്കെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഓക്കെ, ഈ ഒരു റെസിപ്പിക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഒരു പച്ചമാങ്ങ സ്ലൈസ് ചെയ്തെടുത്തത്, പിന്നെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിന് പുളി, കുറച്ച് മല്ലിയില, മിൻറ്റ്, 2 സവാള കട്ട് ചെയ്തത്, ചെറിയ ഉള്ളി, പിന്നെ പച്ചമുളക് ആൻഡ് ഇഞ്ചി. ഇതെല്ലാം കൂടെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടുന്നവരെ അരച്ചെടുത്തിട്ട് ഇതിനൊന്ന് മാറ്റി വെക്കാം. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ചില്ലി ഫ്ലേക്സ്, ഉലുവ, മഞ്ഞൾപ്പൊടി ആൻഡ് കോക്കനട്ട് ഓയിൽ. പിന്നെ നമ്മുടെ മെയിൻ ആളായ മീൻ, നമ്മൾ എടുത്തേക്കുന്ന ആവോലി മീനാണ്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ പാനിലേക്ക് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ആൻഡ് ഈ ഉലുവ ഒന്ന് ചെറുതായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്ത് സവാള ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരാൻ നേരത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വീണ്ടും ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഉപ്പും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു 1 to 2 minutes കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു പേസ്റ്റ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാം. ഇതൊരു 3 to 5 minutes ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരു പച്ചമണം മാറുന്ന വരെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ആൻഡ് ഇപ്പോൾ തന്നെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 5 to 6 minutes മതി മാക്സിമം ഈ ഒരു മിക്സ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു വാഴയില നമുക്ക് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഈ ഒരു പേസ്റ്റ് നമ്മൾ ഒരു ബെഡാക്കി കൊടുക്കുകയാണ്. ആക്ച്വലി ഇതിൻ്റെ മീതെ നമ്മൾ മീൻ വെച്ചിട്ട് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഒരു ബെഡാക്കിയിട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ 4 പീസ് എടുത്തിട്ടുള്ളൂ. ആ ആവോലി മീൻ ഇങ്ങനെ അടുക്കി കൊടുക്കുക. ആൻഡ് അതിൻ്റെ മീതെ വീണ്ടും ഇതിങ്ങനെ ആക്കി കവർ ചെയ്തെടുക്കുക. ആൻഡ് ഒരു നൂലെടുത്ത് നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിയെടുക്കുക. പുറത്തൊന്നും ആവാത്ത രീതിയിൽ നല്ലപോലെ ടൈറ്റ് ആക്കി വെക്കുക. പിന്നെ ബാക്കി പ്രോസസ്സ് സിമ്പിളാണ്. ഒരു പാൻ എടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. ആൻഡ് ഈ കെട്ടി വെച്ച നമ്മുടെ വാഴയിലയും മീനും കൂടെ വെച്ച് നല്ലപോലെ അടച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യുക. ഒരു 5 മിനിറ്റ് കഴിയാൻ നേരത്തേക്ക് ഇതിനൊന്ന് തിരിച്ചിട്ടും കൂടെ കൊടുക്കണം. അപ്പോൾ നല്ലപോലെ 2 സൈഡും കുക്കായി കിട്ടും. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു മീൻ നല്ലപോലെ കുക്കാവും എന്നൊക്കെ, പക്ഷെ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടി മീൻ. ആൻഡ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ നല്ല പുളിയൊക്കെ ഉള്ളൊരു ടേസ്റ്റ് ആയിരുന്നു ഇത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വീഡിയോ. നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ട്രൈ ചെയ്തിട്ട് എന്തായാലും കമൻറ്റ് ചെയ്തേക്കണേ അഭിപ്രായം. ആൻഡ് വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റ, ബൈ ബൈ.